ഹലോ ഫ്രണ്ട്സ്, എവർക്കും മിസ്റ്ററിൻ്റെ പുതിയൊരു ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു മല കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മലയുടെ പേര് വണ്ണപ്പുറം എന്ന് പറഞ്ഞൊരു സ്ഥലത്തെ മല നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. മുള്ളരിങ്ങാടാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ ചെന്നിട്ടുള്ള വ്യൂവും ഇപ്പോൾ സൈഡൊക്കെ നോക്കിയാൽ കാണാം. ഫുള്ള് കാടാണ്. ഫുള്ളെന്ന് പറഞ്ഞാൽ ഫുള്ള് കാടാണ്. അപ്പോൾ നമ്മളിങ്ങനെ മല ഇങ്ങനെ ഇതൊരു തോടാണ്, വെള്ളം വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ കൂടെയാണ് നമ്മൾ നടന്ന് മുകളിലേക്ക് പോവാണ്. അപ്പോൾ കുറേ വന്യജീവികളൊക്കെ ഉള്ള കാടാണ് കേട്ടോ. വന്യജീവി എന്ന് പറയുമ്പോൾ നമ്മുടെ പന്നികളുണ്ടല്ലോ, കാട്ടുപന്നി ഉണ്ട് ഇഷ്ടം പോലെ. പിന്നെ കുറേ വന്യഗ്രഹ പക്ഷികളുണ്ട്. ആനയൊന്നുമില്ല, ആനയൊക്കെ പോയെന്നാണ് കൊച്ചമ്മ പറഞ്ഞത്. 19 വർഷം മുന്നേ ഈ കാട്ടിൽ ആനകളൊക്കെ ഉണ്ടായിരുന്നായിരുന്നു. അപ്പോൾ ആനയില്ല. നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായിട്ടുള്ളൂ. അപ്പോൾ ഇതിന് ചെറിയൊരു കിതപ്പൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി മുകളിൽ എത്തും പറയാം എന്താവും അവസ്ഥ എന്ന്. 2 മണിക്കൂർ അങ്ങനെ അപ്പോൾ ഞാൻ മല ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അങ്ങനത്തെ കുഴപ്പം കൂടെ ഉണ്ട്. നമ്മൾ വീഡിയോ എടുപ്പും മല കയറലും അതിൻ്റെ കൂടെ വർത്തമാനം പറയലും കൂടി ആകുമ്പോൾ കിതപ്പ് ഡബിൾ ചെയ്യിക്കോളൂ. ഇത് കണ്ടില്ല, ഒരു തോടാണ്. ഇല്ല, ഒച്ച നിർത്തി. ഇനി ഒച്ച ഉണ്ടാക്കുമ്പോൾ പിടിക്കാം. ഇടയ്ക്കുന്ന് അങ്ങ് ദൂരേന്ന് കാട്ടുകോഴിയുടെ ഒക്കെ ഒച്ച കേൾക്കുന്നുണ്ട്. കണ്ടോ, പാറയൊക്കെ ഉണ്ട് പോണ വഴിക്ക്. അപ്പോൾ ഈ ഒരു സ്പോട്ട് ടൂറിസം സ്പോട്ടാണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല അതിനെപ്പറ്റി. കാരണം എൻ്റെ കൊച്ചമ്മയുടെ വീടിൻ്റെ പുറകിൽ നിന്ന് അങ്ങനെ കയറി പോകുന്നൊരു വഴിയാണ്. അപ്പോൾ നമുക്ക് വഴികാട്ടനായി ആദർശേട്ടന് മുമ്പ് നടക്കുന്നുണ്ട്. അത് തന്നെ. അപ്പോൾ പുള്ളിയൊക്കെ ഇതിൽ കൂടെ ഇഷ്ടംപോലെ കയറി പരിചയമുണ്ട്. നമ്മൾ ഫസ്റ്റ് ടൈമാണ്. ഈ പോകുന്ന 2 പെണ്ണുങ്ങളും അതെ, കാണാൻ കുഞ്ഞുങ്ങളാണെങ്കിൽ ഇഷ്ടംപോലെ കയറിയിട്ടുള്ളതാണ്. അങ്ങനെ അഡ്വഞ്ചറസ് ലൈഫാണ് ഗൈസ്. ഇനി എന്തെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാഴ്ചകൾ എന്തെങ്കിലും കാണുകയാണെങ്കിൽ നമുക്കപ്പോൾ എടുക്കാം. കാരണം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഫുൾ കാടാണ്. നമുക്കിവിടെ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. ഫുള്ള് കാടെന്ന് പറഞ്ഞാൽ നമ്മളൊരു കാടിന് നടുക്കൊക്കെ പോകുന്ന ഒരു അരുവിയാണിത്. ഈ അരുവി ഇപ്പോൾ വെള്ളമൊക്കെ വറ്റിയിരിക്കുകയാണ്. കാരണം മഴക്കാലം ആകുമ്പോഴാണ് മഴ പെയ്യുമ്പോൾ മഴവെള്ളം ഒഴുകുന്ന സ്പോട്ടാണിത്. അപ്പോൾ ഉറവയല്ല, ഇത് ഉറവ വരുന്ന സ്ഥലമല്ല എന്നാണ് പറയുന്നത്. മഴവെള്ളം ഒഴുകുന്ന സ്പോട്ടാണ്. അപ്പോൾ ഇതാണ്, കാടാണ്, ഫുള്ള് കാട്. എങ്ങനെ നോക്കിയാലും ഫുള്ള് കാടാണ്. ഒരു കാൽഭാഗത്തോളം എത്തിയെന്നാണ് പറയുന്നത്. നമ്മൾ നടപ്പ് തുടങ്ങിയിട്ട് കുറച്ച് നേരമായി. ഇനി നമുക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണുമ്പോൾ ഉണ്ടോ, ഫുള്ള് പാറയും കാര്യങ്ങളൊക്കെയാണ്. ഗുഹയോ എന്തൊക്കെയുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് തെളിഞ്ഞ് വരുവാണ് കാര്യം പറഞ്ഞാൽ. അകം ഫുള്ള് കാണാൻ രീതിയിൽ നമ്മൾ നമുക്ക് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അടിക്കാടുണ്ട്. അത് നമുക്ക് അടിയിലത്തെ മരങ്ങളുടെ ഒന്നും അടിഭാഗം കാണാൻ പറ്റില്ല. കാരണം ഫുള്ള് ചെറിയ എന്താ പറയുക, കുറ്റിച്ചെടികൾ വളർന്നിരിക്കുന്ന കാരണം കൊണ്ട് ഒന്നും തന്നെ നമുക്ക് വ്യക്തമായി കാണാൻ പറ്റത്തില്ല. കുറച്ചുകൂടെ മുകളിൽ ചെന്നാൽ ഇതൊക്കെ മാറിയിട്ട് നമുക്ക് നല്ലപോലെ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊച്ചിൻ്റെ മക്കളും പിന്നെ അവരുടെ കസിൻ ചേട്ടനും ആദർശേട്ടനും കൂടെ ഉണ്ട്. എല്ലാവരും കൂടെ നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും കാണുമ്പോൾ നമ്മൾ അന്നേരം വരാം ഗൈസ്. ഇപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്യണം. കാരണം
മൊബൈലിലെ ചാർജ് തീർന്നാൽ പണി കിട്ടും. അതുകൊണ്ടാണ്. രാവിലെ തന്നെ അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. ഉച്ച സമയത്തും കോടമഞ്ഞൊക്കെ മൂടുന്ന സ്പോട്ടാണ്. ഫുള്ള് വൈബാണ് ഗൈസ്. ഫ്രണ്ട്സ്, ഇതെന്ന് പറഞ്ഞാൽ ഒരു തോട് പോകുന്നതാണ്. അങ്ങ് മോളിൽ നിന്ന് നോക്കിയാൽ കാണാം ഒരു തോട് ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് അതിൻ്റെ ബാക്കി വെള്ളം ഇവിടെ കിടന്നിട്ട് അതിങ്ങനെ ഒഴുകി 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 അങ്ങനെ പോകും. അപ്പോൾ കയറ്റൊക്കെ കയറി എല്ലാവരും മടുത്തു തുടങ്ങി. കുറേ പോകണം, കുറേ നമ്മളിപ്പോൾ ഏകദേശം കാൽഭാഗമാണ്. അപ്പോൾ നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നിലത്ത് കുത്തി വേണം കയറാൻ. അതിന് വേണ്ടിയിട്ട് വടി കെട്ടുന്നതാണ്. അപ്പോൾ കാണ്ട് നടുക്കാണ് നമ്മുടെ കാട്ടുപള്ളികളൊക്കെ. ഹൊറെന്നൊക്കെയാണ് പറയാം. ഒരു പേടിപ്പെടുത്തുന്ന ഒരു അനുഭൂതിയൊക്കെ ഉണ്ട് ചെറുതായിട്ട്. സത്യം പറഞ്ഞാൽ ഇത്ര വെളിച്ചില്ല, ഫോൺ വെളിച്ചം കൂട്ടി എടുക്കണേ കേട്ടോ. ഫുള്ള് കാണുന്നതിന് ഫുള്ള് കാടാണ്. നല്ല തണുത്ത വെള്ളമായിരിക്കും കേട്ടോ. നല്ല തണുത്ത വെള്ളമായിരിക്കും. നേരം വെളുത്തൊരു സമയം ഒരു പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10-14 ആയിട്ടുണ്ട്. വെയിലിങ്ങനെ ചെറുതായിട്ട് അടിക്കുന്നുണ്ട്. കുഴപ്പമില്ല. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഒരു കുത്തനുള്ളൊരു കയറ്റാണ് ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കണേ. കയറുന്ന കണ്ടാറോ ഒരു കുത്തനെയാണ് ഇപ്പോൾ നമ്മൾ കയറുന്നത്. ഏകദേശം ഒരുപാട് നമ്മൾ പിന്നിട്ട് വന്നിട്ടുണ്ട് താഴേക്ക്. ഇതിങ്ങനെയാണ് നേരെ വെച്ച ഫോൺ നേരെ വെച്ച അതിൻ്റെ ഒരു ചെരിവാണിത്. ഇത്രയൊക്കെ ചെരിഞ്ഞിട്ട് നമ്മളിങ്ങനെ നടന്ന് മുകളിലേക്ക് കയറുകയാണ്. കുരങ്ങനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ മൊബൈലൊക്കെ ചിലപ്പോൾ എടുത്തുകൊണ്ട് പോകണം. കുത്തനുള്ള മല ഇങ്ങനെ കയറി പോവാണ്. അപ്പോൾ അവരുടെ ഒപ്പം നിൽക്കണം, എന്തെങ്കിലും പണിയാ. അപ്പോൾ സ്പോട്ട് കണ്ടില്ലേ, വൈബിൻ്റെ അങ്ങേറ്റാണ്. തണുപ്പാണ് സത്യം പറഞ്ഞത്. അന്തരീക്ഷം നല്ല തണുപ്പാണ്. അന്തരീക്ഷമാണ് നമുക്കങ്ങനെ ചൂടെന്നല്ല പറയാൻ പറ്റുക. കണ്ടോ ഒരു മരം ഇങ്ങനെ വട്ടം വീട്ടിയിട്ട് കിടക്കണോ. സിനിമ മാത്രം കണ്ടിട്ടുള്ള കാഴ്ചകൾ. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു ഹിൽ ടോപ്പിലൊക്കെ ഇങ്ങനെ കയറി പോകുന്നത് കേട്ടോ. അതിൻ്റെ ഒരു ഇൻഎക്സ്പീരിയൻസ് കൊണ്ടൊന്ന് കൂട്ടിക്കോ. ചത്താണോ ജീവനുള്ളതെന്നാണ് പറയണേ. അതിൻ്റെ ഒരു പ്രത്യേക രീതി വേറെ രീതിയിലാണ് കിടക്കണം. അതൊക്കെ എന്താണ് എനിക്ക് മനസ്സിലായില്ല. ചിലപ്പോൾ ചാതാ വണ്ടി തന്നെ ഇരിക്കും. നമുക്ക് അടുത്ത വെടി സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കുത്തനെയുള്ള മല കുത്തി കയറാനേ പറ്റുള്ളൂ. ഒരു ചെരുവേ ഇവിടെ അങ്ങനെ ടൂറിസം അങ്ങനെയൊന്നുമില്ല. അത് അനുവദനീയമല്ല. ഏതാടാ? ഓ, ഇവിടെ നമ്മളെക്കാൾ ഉയരത്തിൽ വേറൊരു മല നമുക്കിവിടെ കാണാൻ പറ്റൂട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റും. അതൊരു മലയാണ് ഇപ്പോൾ കാണുന്ന ഒരു ഷെയ്ഡ് കണ്ടോ. ഒരു മലയുടെ ഗ്യാപ്പാണിത്. മൊത്തം മഞ്ഞാണ്, ഫുള്ള് കോടമഞ്ഞൊക്കെയാണ്. ഫുള്ള് കാണാൻ പറ്റില്ല. ആയിക്കോട്ടെ. കാണാൻ പറ്റുന്ന തോന്നുന്നു. ഒരു മലയാണ്, നമ്മളെ കയറുന്നതിനേക്കാളും ഉയരമുണ്ട് തോന്നുന്നു. നമുക്കെന്തായാലും നമ്മൾ കയറുന്ന മലയുടെ മുകളിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും നമ്മൾ എത്രത്തോളം ഉയരത്തിലേക്കാണ് ഈ പോകുന്നതെന്ന്, എത്രത്തോളം ഉയരത്തിലാണെന്നും മറ്റ് ആൾക്കാരെ കാണാനൊക്കെ പറ്റും. അത് മറ്റ് മലകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരുപാട് നേരം വീഡിയോ എടുത്ത് ചാർജ് കളയുന്നില്ല കേട്ടോ. കാരണം നമുക്ക് ഇനി മുകളിലേക്ക് കണ്ടിട്ട് പേടിപ്പെടുത്തുന്ന ഒരു അനുഭൂതിയാണ്. ഒരുപാട് മുകളിലേക്ക് കയറാണ്ടെന്ന് തോന്നുന്നു. പകുതികളെ കാണാട്ടെ. ഏറെക്കുറെ ഒരു പകുതികളായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്കിനി നോക്കാം. ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണുവാണെങ്കിൽ നമുക്ക് അപ്പോൾ വരാം ഗൈസ്. അപ്പോൾ ഞാനിപ്പോൾ 2 തവണ പറഞ്ഞു നമ്മൾ ഓരോ തവണ വീഡിയോ കട്ട് ചെയ്താണ് എടുക്കുന്നത്. എന്താണോ എൻ്റെ പൊന്നോ, എല്ലാം വിചിത്രമല്ലോ ഇവിടെ.
ഓക്കെ, നെക്സ്റ്റ് നമുക്ക് മുകളിൽ ചെന്നിട്ട് കാണാം ഗൈസ്. അല്ല, മുകളിൽ ചെന്നിട്ടല്ല, എന്തെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണുമ്പോൾ പിന്നെയും വരാം. ഒരു ചെരുവാട്ടോ, അത് ഫോൺ ഇങ്ങനെ പിടിച്ചാൽ നല്ല ചെരുവാണ് ഇവിടെ. ഒരു ഫോൺ നേരെ വിളിക്കുമ്പോൾ നമുക്കറിയാം ഒരു നല്ലൊരു ചെരുവും നല്ലൊരു കൊക്കയാണ് താഴേക്ക് പോകുന്നത്. മുകളിൽ ചെല്ലുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം, നല്ല സൂക്ഷിക്കണം. ഉണ്ടോ ആ ഒരു ചെരുവാണോ നിങ്ങൾക്ക് ഈ ഒരു മരം കിടക്കുന്നുണ്ടോ? ഈ ഒരു മരം കിടക്കുന്ന കുത്തിനെയാണ് നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് പോകാണ്ട് ഗൈസ്. അപ്പോൾ മുകളിൽ ചെന്നിട്ട് നമുക്ക് കാണാം. 10:14 കണ്ട ഞാൻ നേരത്തെ വെച്ചപ്പോൾ. ഇപ്പോൾ 10:28. ഒരു 15 മിനിറ്റോളമായി നമ്മളിപ്പോൾ മല കയറാൻ തുടങ്ങിയിട്ട്. ഇനിയും പോകാണ്ട് കുറേ. അപ്പോൾ അതിനും അടുത്ത റെസ്റ്റിംഗ് ആണ്, റെസ്റ്റിംഗ് ടൈം. നേച്ചർ വൈബ്. അപ്പോൾ ഇങ്ങനെ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാണാൻ കുത്തനുള്ള കയറ്റാണ്, കുത്തനുള്ള സംഭവങ്ങളൊക്കെയാണ്. എത്രത്തോളം എന്താ പറയുക, നല്ലൊരു തണുത്ത അന്തരീക്ഷമാണ്. രാവിലെ ആണെങ്കിലും നമുക്ക് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ്. 10 മണി 11 മണി 10:30 ആവാറായി. നമ്മൾ കയറി വന്നപ്പോൾ എനിക്ക് അറിയത്തില്ല എപ്പോൾ, ഞാൻ നേരത്തെ സമയം പറഞ്ഞായിരുന്നു. ഇപ്പോൾ ഏകദേശം 10:30 കഴിഞ്ഞ് നല്ല എന്താ പറയുക, നല്ല തണുത്ത അന്തരീക്ഷം തന്നെയാണ്. നമുക്ക് ഈ ഒരു ഏരിയ, ഈ ഒരു മുള്ളരിങ്ങാട് ഏരിയ എന്ന് പറഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ല തണുപ്പുള്ള ഏരിയയാണ്. ഇവിടെ അങ്ങനെ ടൂറിസം ഒന്നും ഇല്ല. നമുക്ക് ഏകദേശം ഇടുക്കി മേഖലയൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലം ഞങ്ങളുടെ അമ്മ വീട് മുള്ളരിങ്ങാട്. ഇവിടെ വന്ന എവിടെ വേണേലും കേറാം, കാട്ടിക്കിടക്ക് കയറി. ഇങ്ങോട്ട് വരുമ്പോ ഒരുമാതിരി ഒരു ഫീലാണ് നമുക്കൊക്കെ. ഫുൾ റിലാക്സേഷൻ. മുറിക്കുള്ളിൽ ഇരുന്ന് നമ്മളെ തുറന്നു വിട്ടേക്കും ഇവിടെ വരുമ്പോ. ഇവിടെ ഇപ്പോൾ റിലാക്സേഷൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങ് ദൂരെ ഒരു മലയൊക്കെ കാണാം കേട്ടോ. അങ്ങ് ദൂരെ ഒരു മലയൊക്കെ ഉണ്ട്. നമുക്ക് കിട്ടും കോട്ടപ്പാറ ഹിൽ ടോപ്പ്, പിന്നെ മീനുളിയമ്പാറ ഹിൽ ടോപ്പ്. പിന്നെ നമ്മുടെ ഇത് വീഴാൻ അധികം അറിയാത്ത സ്ഥലമാണ്. നമ്മൾ ഈ ഏരിയ ഉള്ളവർ മാത്രമേ പുല്ലിനൊക്കെ ചേച്ചിമാര് പോണത് അവിടേക്കാണ്. സൗണ്ട് എത്രത്തോളം വ്യക്തമായി കിട്ടിയിട്ടൊന്നും എനിക്കറിയത്തില്ല. നിശബ്ദതയാണ്, വേറെ നോയ്സും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ശബ്ദങ്ങൾ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. വേറെ യാതൊരുവിധ വണ്ടി ശബ്ദമോ. അങ്ങ് താഴെയായിട്ടാണ് ഹൈവേ, അതായത് അങ്ങ് താഴെയായിട്ടാണ് ഹൈവേ. അപ്പോൾ അവിടെ നിന്നൊക്കെ ചെറിയൊരു എന്താ പറയുക, വണ്ടിയുടെ ഹോണിൻ്റെ ശബ്ദം അല്ലാതെ നമുക്കങ്ങനെ ഒരു അപ്പുറം ഒരു സിറ്റി ഉണ്ട്, ഇപ്പറയാണ് മുള്ളരിങ്ങാട്. ഈ രണ്ട് സിറ്റിക്ക് നടുക്കൊക്കെ ഉള്ള ഏകദേശം മലനിരകളാണ്. ഇതിങ്ങനെ ചുറ്റിലും മലകളാണ് ഈ മുള്ളരിങ്ങാട്. ഒരൊറ്റ എൻട്രി ഉള്ളൂ. ആ ഒറ്റ എൻട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ കോതമംഗലം പോത്താനിക്കാട് ഇതുവഴിയപ്പാ പൈങ്ങോട്ടൂർ വഴിയാണ് മുള്ളരിങ്ങാട്. അപ്പം അങ്ങനെയാണ് നമ്മുടെ സ്പോട്ട്. എത്രത്തോളം നിശബ്ദമായ ഒരു അന്തരീക്ഷമാണ്, നല്ല തണുത്ത അന്തരീക്ഷം. നമുക്ക് കുറച്ച് കയറിയാലും കുറച്ചായിട്ട് ഇരിക്കുമ്പോഴത്തേനും ആ തണുപ്പ് ഫീൽ ചെയ്യണാറുണ്ട്. നമുക്കത്ര അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഇപ്പോൾ വെള്ളത്തിന്. നല്ല തണുപ്പ്, നല്ല തണുപ്പുണ്ട്. നമ്മളിപ്പോൾ കുറച്ച് നേരം വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തുടങ്ങിയിരിക്കാൻ തുടങ്ങുന്നതാണ്. നമുക്ക് ഇങ്ങനെ ഇരുന്നോണ്ടിരുന്ന മുകളിലെത്തുമ്പോഴത്തേനും കുറേ നേരം എടുക്കും. അപ്പോൾ ഒന്നുകൂടെയും പോകാൻ പോവുകയാണ്. ഈ മല നമ്മൾ കയറി വന്നാണ്. ഇത് കയറുന്ന അത്ര സമയം വേണ്ട ഇറങ്ങാൻ, കേട്ടല്ലോ. അപ്പോൾ താഴെ എത്തിയിട്ട് മുകളിലെത്തിയിട്ട് അപ്പോൾ ഇവിടെ തൊട്ടെന്ന് പറഞ്ഞാൽ അടിക്കാട് കുറഞ്ഞൊരു ഏരിയ ആണ്. അത് അടിക്കാടെന്ന് പറഞ്ഞാൽ അടി മൊത്തം ഇങ്ങനെ പുല്ലുകൾ പൊങ്ങിയിട്ട് നമുക്ക് ഇരുവശങ്ങളും കാണാൻ പറ്റില്ല. ഇതെന്ന് പറഞ്ഞാൽ നമുക്കൊരു വൈഡ് വ്യൂ കിട്ടുന്നുണ്ട്. എന്താ പറയുക, നല്ലൊരു സ്പോട്ടാണ്. ഇവിടുത്തെ മുള്ളമ്പന്നി അല്ല കാട്ടുപന്നി ഒറ്റയാന എല്ലാം കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യുക, ഒന്നും ചെയ്യരുത്, മനസ്സിലായില്ലേ? അപ്പോൾ അത് തിരിച്ചു നോക്കോളൂ എന്നാണ് പറയണത്. എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നിന്ന് ഒച്ചപ്പാടും പോകാനുണ്ടാക്കി അതൊന്ന് മലർത്തി എറിഞ്ഞിട്ട് പോകും. ആരൊക്കെ കയറി വന്നിട്ടുള്ള പാടുകളൊക്കെയാണ്. അപ്പോൾ കയറി ആ മലയേക്കാളും ടോപ്പിലെത്തുമെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്.
മാക്സിമം മൂക്കൊണ്ട് ശ്വാസം എടുത്താൽ നമുക്ക് കിതപ്പുണ്ടാവില്ല. പക്ഷേ എന്താ പറയുക, നമ്മുടെയൊക്കെ ഒരു കുരുത്തെന്ന് പറയാമല്ലോ, ഞങ്ങളെല്ലാവർക്കും മൂക്കടപ്പാ. അതുകൊണ്ട് തന്നെ വാ കൊണ്ട് തന്നെ ഞങ്ങൾ ശ്വാസം എടുക്കുക. അതുകൊണ്ട് പെട്ടെന്ന് കിതയ്ക്കും. ഓക്കെ, ഇനി എന്തുണ്ട് മോളിൽ ചെന്നിട്ട് വീഡിയോ എടുക്കണോ കേട്ടോ. പോണ വഴിക്ക് ഇങ്ങനെ കാട് മാത്രമേ ഉള്ളൂ കാണിക്കാനായിട്ടെന്ന് പറയാം. വെയിലിങ്ങനെ മുഖത്തൊക്കെ അടിക്കണ്ടെങ്കിലും നല്ല തണുപ്പാണ്. നല്ല തണുപ്പെന്ന് പറയുമ്പോൾ നിങ്ങൾ കാശ്മീരിലെ തണുപ്പെന്ന് വിചാരിക്കരുത് കേട്ടോ. അത്രയ്ക്ക് വലിയ തണുപ്പൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ ഈ വെയിലിനെ ചെറുക്കുന്ന രീതിയിലുള്ള അത്യാവശ്യം നല്ലൊരു തണുപ്പ് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. നല്ല മാനം മുട്ടുന്ന മരങ്ങളാണ്. കാണാൻ ആകാശം കാണും നിങ്ങൾക്ക് താഴെ. കയറട്ടെ, ഇനിയും കയറാണ്ട്, ഇനിയും കയറാണ്ട്. ഫ്രണ്ട്സ്, ഇനിയും പോകാണ്ട് ഒരുപാട്. ഇനിയെന്ന് പറഞ്ഞാൽ ഇനിയും പോകാണ്ട്. ഏകദേശം 3/4 കയറിയെന്ന് തോന്നണു. അപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. നമ്മുടെ നാട്ടിലുള്ള പൂമ്പാറ്റകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എവിടെ പോയെന്ന് സംശയിക്കുന്നവർക്ക് വേണ്ടിയിട്ട് എല്ലാം എന്താ ഇതുപോലെ സേഫസ്റ്റ് ആയിട്ടുള്ള ഓരോ സ്പോട്ടിൽ വന്നിട്ട് അവരവരുടെ കാര്യം നോക്കുന്നുണ്ട്. ഇനി ഇവിടെയും കൂടെ നമ്മൾ വന്ന് എന്താ പറയുക, അവർക്ക് മേലെ ആധിപത്യം ചെലുത്താതിരുന്നാൽ അതിവിടെ സുഖമായിട്ട് ജീവിച്ചോളും. നമ്മളായിട്ട് ഇനിയൊന്നും ചെയ്യാതിരുന്നാൽ മതി. പ്ലാസ്റ്റിക് അത് ഇതൊക്കെ ഇവിടെയൊക്കെ കൊണ്ടുവന്നിട്ട് അവരങ്ങ് ഒരുപാട് മുമ്പിലേക്ക് പോയി. ഇവിടെ ഒരുപാട് മുമ്പിലാണ്. നമുക്കിനി കയറണം. അപ്പോൾ ഈ ഒരു കാഴ്ച കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. കാര്യമായിട്ട് കണ്ടിട്ടുണ്ടാവില്ലായിരിക്കും, പക്ഷെ എന്തെങ്കിലുമൊക്കെ ഒരു അനക്കം കണ്ടിട്ടുണ്ടല്ലോ അല്ലേ. ആ ഒരു അനക്കം പൂമ്പാറ്റയാണ് കേട്ടോ. ഫുള്ളൊരു അനക്കമുള്ളത് പൂമ്പാറ്റകളാണിങ്ങനെ പാറി പറന്ന് നടക്കുന്നുണ്ട്. എല്ലാം അവരെ സേഫായിട്ടുണ്ട്, എങ്ങും പോയിട്ടില്ല. പൂമ്പാറ്റകളൊന്നും വംശനാശം സംഭവിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇനി മുകളിലെത്തിയിട്ട് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളങ്ങനെ ഏകദേശം മുകളിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താ ഒരു ഇതിന്ന് എന്തോ. അപ്പോൾ നല്ല വെയിലാണെങ്കിൽ അത് ആ കാറ്റുള്ള കാരണം അത്ര ചൂട് തോന്നി കേട്ടാ. എത്രത്തോളം താഴെയാണെന്ന് നോക്ക് സിറ്റീസ്. മൊത്തം മൂടൽമഞ്ഞും കാര്യങ്ങളൊക്കെയാണ്. ഓ ഉണ്ട്, ഞാൻ പറഞ്ഞില്ലേ മലനിരകളാൽ ചുറ്റപ്പെട്ടൊരു ഏരിയ ആണ്. അപ്പുറം കാണുന്ന മല ഉണ്ടോ, അപ്പുറം കാണുന്ന മല ഈ മലകളിൻ്റെ നടുക്കൊക്കെ ആയിട്ട് വരും നമ്മുടെ മുള്ളരിങ്ങാട് എന്ന് പറഞ്ഞ സ്പോട്ട്. അല്ല പിന്നെ വൈബ് എന്ന് പറഞ്ഞാൽ എവിടെ കൊട്ടപ്പാറ ഏത് ഈ ടോപ്പ് ആ ടോപ്പ് കഴിഞ്ഞിട്ട് പിന്നെ ചെറിയൊരു ടോപ്പ് പിന്നെ അവിടെ ചെറിയൊരു താഴെ പ്രദേശമുണ്ടോ, പിന്നെ അതേ ഒരു വലിയ മലയിലേക്ക് കയറുന്നതിന് മുമ്പ് താഴ്ന്ന പ്രദേശമാണ് കൊട്ടപ്പാറ. നമ്മളിപ്പോൾ ആ ഹൈറ്റ് തന്നെയല്ലേ ഇത്. ഇതൊരു ഒരു മഞ്ഞാണിത്. കണ്ണൊക്കെ ഇങ്ങനെ മഞ്ഞളിച്ചു പോകാതിരി. അപ്പോൾ ഗൈസ് ഈ കാണുന്നതാണ് കൊട്ടപ്പാറ എന്നാണ് ഈ പറയണത്. അപ്പോൾ താഴേക്കൊക്കെ ശരിക്കും നമ്മളെ കണ്ണിൻ്റെ ഒരു പവർ ഉണ്ടല്ലോ, എന്നാ പവറാല്ലേ. എത്ര മെഗാ പിക്സലാന്ന് നോക്ക്. എനിക്കെല്ലാം കാണാം കേട്ടോ, പക്ഷെ ഇവിടുന്ന് നോക്കുമ്പോൾ ഈ മൊബൈലിൽ നിന്ന് നോക്കുമ്പോൾ കാര്യമായിട്ടൊന്നും കാണുന്നില്ല. ഓ പാടവും ടൗണും കാര്യങ്ങളും വണ്ടികളൊക്കെ ആയിട്ട് ഇവിടുന്ന് ഇനി മുകളിലേക്ക് ഇനിയും പോകാണ്ടെന്നാണ് ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ കുറച്ചും കൂടെ മുകളിൽ പോയാൽ എല്ലാം കാണാൻ പറ്റുമെന്നാണ് പറയണേ. കുറേയും കൂടെ പോകണം ഇനി മുകളിലേക്ക്. നമ്മളിപ്പോൾ ഒരു ചെരുവ് തന്നപ്പോൾ ആ ചെരുവിലും കയറിയതാണ്. നല്ല വെയിലടിക്കുന്നുണ്ട്, പക്ഷെ അതുപോലെ തന്നെ നല്ല കാറ്റും ഉണ്ട് കേട്ടോ. നല്ല കാറ്റുണ്ട്. നല്ല സ്പോട്ടാണ്. അത് രാത്രിയൊക്കെ വന്ന് നല്ല തണുപ്പായിരിക്കും കേട്ടോ, നല്ല തണുപ്പായിരിക്കും. ഇപ്പോൾ ഫുള്ള് മഞ്ഞായിരിക്കും രാത്രി വന്നിട്ടുണ്ടെങ്കിൽ. നമ്മളിപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം തോന്നുന്നു 11:15 കേട്ടോ. വെയിൽ നല്ല കത്തി നിൽക്കുന്ന ടൈമാണ്. അപ്പോൾ എല്ലാവർക്കും ഇവിടുത്തെ തണുപ്പ് പറഞ്ഞുകൊണ്ട് ചെറിയ ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും റെസ്റ്റിങ്ങിന് കയറി എല്ലാവരും. വേണട്ടാ, നല്ല ഈ ഒരു ക്ലിഫ് കഴിഞ്ഞാൽ നല്ലൊരു താഴ്ചയാണ്, അപ്പോൾ സൂക്ഷിക്കണം. ഈ ഒരു ബൗണ്ടറി കഴിഞ്ഞാൽ പിന്നെ നല്ലൊരു കുത്തനെയാണ്, പോയില്ല. ഓ എന്നാ രസമുള്ള സ്പോട്ടാണെന്നറിയോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിവിടെ കുറച്ചധികം നേരം റെസ്റ്റ് എടുത്ത് വെറുതെ ഇരുന്നാൽ മതി. നല്ല തണുത്ത കാറ്റ് കിട്ടണ കാരണം ആ വെയിലൊന്നും അറിയാതെ നമുക്ക് അങ്ങനെ
ഉണ്ടോ എന്ത് രസമല്ലേ ഈ മരം ഇവിടെ നിൽക്കണമൊക്കെ ഒരൊറ്റയാൻ പോലെ. ഇവിടെ നിന്ന് ഇങ്ങനെ പോയാൽ വണ്ണപ്പുറം ടൗണൊക്കെ കാണാം. ഇതിലേതാ വണ്ണപ്പുറം ടൗണെന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല കേട്ടോ. വണ്ണപ്പുറം ടൗൺ കാര്യങ്ങളൊക്കെ കാണാം. വലിയ മല കാര്യങ്ങളൊക്കെ ഉണ്ട്. വൈകിട്ട് നമ്മളിവിടെ പോകുന്നുണ്ട്. അപ്പോൾ അവിടെയും കൂടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാം അടിപൊളി ഏരിയ. കുറച്ചും കൂടെ കയറാനുണ്ട്. അപ്പോൾ എല്ലാവരും വെയിറ്റിംഗ് ആണ്. നമ്മളപ്പോൾ നൈസായിട്ട് ചെലിക്കാൻ തുടങ്ങാണ്. കുറച്ചും കൂടെ മുകളിലെത്തിയിട്ട് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാഴ്ചകൾ നമുക്ക് അവിടെ ചെന്ന് കാണാം ഗൈസ്. അപ്പോൾ നമ്മൾ നടന്നു തുടങ്ങാണ്. മുകളിൽ ചെല്ലട്ടെ. വെറുതെ ഇനിയും വർത്താനം പറഞ്ഞ് കിതപ്പ് കൂട്ടുന്നില്ല. കാഴ്ചകളൊക്കെ കണ്ടല്ലോ. നല്ല സ്പോട്ടാണ്. ന്യൂ ഇയറിനൊക്കെ വന്ന് പാർട്ടി ആഘോഷിക്കാൻ പറ്റിയ സ്പോട്ടാണ്. അപ്പോൾ മുകളിൽ ചെന്നിട്ട് വീണ്ടും കാണാം ഗൈസ്. ഫ്രണ്ട്സ്, നമ്മളപ്പോൾ ഏറ്റവും മുകളിലേക്ക് പോകണമെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, മുകളിലേക്ക് ഇതുപോലത്തെ കാട് പരിപാടികളാണ്. അത് കഴിഞ്ഞൊരു പാറ കാണുന്നുണ്ടെങ്കിൽ എന്താ പറയുക, കുറച്ച് റിസ്ക്കുള്ള വഴിയാണ്. അത് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞ കാരണം കൊണ്ട് നമ്മളിപ്പോൾ നേരത്തെ കണ്ട പാറേനേക്കാളും കുറച്ചും കൂടെ മുകളിലേക്ക് കയറിയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. കുറച്ചും കൂടെ മുകളിലേക്ക് കയറിയിട്ടാണ് ഇപ്പോൾ ഏകദേശം മുകളിൽ നിന്ന് വേണമെങ്കിൽ പറയാം. ഒത്തിരിയും കൂടി ഉണ്ട് മുകളിലേക്ക്. പക്ഷേ ഒരു പാറ നിൽക്കുന്ന സ്ഥലത്തേക്ക് പോകണമെങ്കിൽ കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഏരിയയിലേക്ക് പോവാത്തത്. അവിടെ നമുക്ക് എന്താണ് പാറ കഴിഞ്ഞ് താഴെ പാറയുടെ കൊക്കയുടെ ഇടയ്ക്കുള്ളൊരു ചെറിയ വഴിക്കട വേണം പോവാൻ. പാറ തട്ടി താഴെ കിടക്കും. അപ്പോൾ റിസ്ക് ഉള്ള പരിപാടിയാണ്. ഞാൻ അതിൽ നടന്നപ്പോൾ ഒന്ന് തട്ടിയതാണ്. ഭാഗ്യത്തിന് കൂടെ ആൾക്കാരുള്ളതുകൊണ്ട് പിടിച്ചു. അപ്പോൾ കുറച്ച് റിസ്ക് ഉള്ള പരിപാടി ആയതുകൊണ്ട് തന്നെ നമ്മൾ പോകണില്ലാന്ന് വെച്ചാൽ ഇപ്പോൾ ആ പാറേനേക്കാളും കുറച്ചും കൂടെ മുകളിലൊരു തണലുള്ള ഏരിയ നോക്കിയിട്ട് നമ്മളിപ്പോൾ റെസ്റ്റ് എടുക്കുകയാണ്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ താഴേക്ക് ഇറങ്ങും. കയറാൻ നമുക്കൊരു 1.5 മണിക്കൂർ വേണ്ടി എന്തെങ്കിലും താഴേക്ക് ഇറങ്ങാൻ ഒരു അരമണിക്കൂറോളം മതിയാവും. അപ്പോൾ ഒരു ഉച്ച ടൈമൊക്കെ ആകുമ്പോഴായിരിക്കും. പിന്നെ അനിയൻ പാൻറ് ഇട്ടില്ലായിരുന്നു, അവൻ നിക്കർ കൊടുത്തായിരുന്നു വന്നു. അതുകൊണ്ട് തന്നെ കാലും കൈയൊക്കെ നല്ല കീറി മുറിഞ്ഞൊക്കെ ഇട്ടുണ്ട്. ഞാനൊരു പാൻറ് കൊടുത്തായിരുന്നു. ഞാൻ ഇന്നലെ ഒരു ഇച്ചിരി കയറിയായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് മുറിവൊക്കെ കിട്ടി. ആ ഒരു മുറിവിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ പാൻറ്റൊക്കെ കൊടുത്താണ് കയറിയത്. പിന്നെ വെള്ളം 3 കുപ്പി വെള്ളം ഉണ്ടായിരുന്നു. 3 കുപ്പി വെള്ളം തീർത്ത് 2 പഴം ഉണ്ടായിരുന്നു, അതും തിന്ന് ഇവിടെ ഇപ്പോൾ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ശാന്തമായ ഒരു ഏരിയ ആണ്. ഒരുപാട് നോയ്സോ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ അങ്ങനെയുള്ളവരൊന്നും ഇങ്ങനെ ഈ ഒരു ഏരിയയിലേക്ക് അങ്ങനെ വരാൻ അവർക്ക് താല്പര്യമില്ല. കാരണം അവർക്കത് പേടിപ്പെടുത്തുന്ന ഒരു സ്വപ്നമായി മാറും. ഇവിടുത്തെ മൃഗങ്ങളൊക്കെ അങ്ങനെയാണ്. പിന്നെ ഇവിടെ ഒരു വെറൈറ്റി സംഭവം ഉണ്ട്. കിളി ഇവിടുത്തെ ഒരു എന്താ പറയാ, അങ്ങനെയാണ് ഇവിടെ മാത്രം കണ്ടുവരുന്ന ഒരു വൈറൽ സംഭവമാണ്. നമ്മുടെ പുലി തമിഴ് സിനിമയില് കാണിച്ചിരിക്കുന്ന മറ്റേ ഒരു കിളി ഉണ്ടല്ലോ, ആ കിളികളെ ഇവിടെ കണ്ടുവരുന്നുണ്ട്. ഇതില് മേളില് മലയില് ഉണ്ട്, കണ്ടവർക്കറിയാം. അതിൻ്റെ അകത്ത് ഗ്രാഫിക്സില് കാണിക്കുന്ന കിളി മേളില് തീരാമലയുടെ മേളില് അതുങ്ങൾ അവിടെ താമസിക്കുന്നത്. അത് ഇനിയും പോകണം. ഇനിയും പോകണമെന്ന് വെച്ചാൽ കുറച്ച് പോകാനുണ്ട്. നമ്മളിപ്പോൾ ഇതിപ്പോൾ ഫ്രണ്ട് ക്യാമറയിൽ എടുക്കണ കാരണം കൊണ്ട് നമുക്ക് ഫോക്കസ് ലോങ്ങുള്ള ഫോക്കസ് കിട്ടത്തില്ല. നമ്മുടെ ഫേസിൻ്റെ ഒരു ഫോക്കസ് മാത്രം ഫിക്സഡ് ഫോക്കസ് ആയി നിൽക്കണ കാരണം കൊണ്ട് ഇത് മാത്രമേ ഇട്ടുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് സ്വിച്ച് ചെയ്യാനും പറ്റത്തില്ല. ഒരു ചീവിട് കയറിയിരിക്കണുണ്ടോ എന്നാ കുരങ്ങാടാ കാര്യം. നമ്മുടെ അത്ര പോലും മടുപ്പില്ലാതാണ്. ഇവർ ഇതിൽ കൂടെയൊക്കെ കളിച്ചു വളർന്നവരാണ്. അപ്പോൾ ഇവർക്ക് വലിയ കാര്യമായിട്ട് മടുപ്പൊന്നും ഉണ്ടായില്ല. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇതുപോലത്തെ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ നടന്നു കയറുന്നതും ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കൊള്ളായിരുന്നു. മടുത്തു, ഒന്നാമതായിരുന്നു നല്ല മടുത്തു. അനിയൻ്റെ ഇരിപ്പ് കണ്ടില്ലേ, അവൻ്റെ ഇരിപ്പ് കണ്ടാൽ തന്നെ അറിയാം അവൻ എത്രത്തോളം മടുത്തിട്ടാണ് ഇരിക്കണതെന്ന്. ഭയങ്കര റിസ്ക്കാണ് നമ്മളെപ്പോലുള്ള ശരീരമുള്ളവർക്കൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കുഴപ്പമില്ല. നാച്ചുറൽ വൈബിലൊക്കെ എടുക്കണം ഗൈസ്. ഇതൊക്കെ ഒരു അഡ്വഞ്ചർ മൂഡാണ് ഗൈസ്. ഒരു വൈബ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ്ട. എന്താ വൈബ് എന്ന് അവന് പോലും അറിയത്തില്ല. ആ ഒരു വൈബ് ഫീലിലാണ് ഇപ്പോൾ നമ്മൾ. എന്താണെന്നൊന്നും അറിയില്ലാത്തൊരു വൈബ് ഫീലിലാണ്. അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു വ്യൂ ആയിരുന്നു കുറച്ച് മുമ്പ് താഴെ പാറയുടെ ഏരിയയിൽ. ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ടല്ലോ. ഇങ്ങനെ നല്ല കുട്ടിയായിട്ടാണ് കാറുകളും മനുഷ്യന്മാരെയൊക്കെ കാണുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് പിള്ളേരെ ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിരുന്നു. പറയേ നമ്മുടെ ഇവിടെ കണ്ട ഇവിടുത്തെ പ്രത്യേകതയാണ് ഇവിടെ ഉണ്ടാവുന്ന വള്ളികളുടെ ഒക്കെ ഷേപ്പ് കണ്ടോ. അതിനിപ്പോ എന്ത് വിചിത്രമായത്, ഒരു വിചിത്രമായ ഷേപ്പുള്ള വള്ളികളും കാര്യങ്ങളും എന്നൊക്കെയാണ് പറയണത്. എന്താണോ അപ്പോൾ ഇത് ഫ്രണ്ട് ക്യാമറയിൽ എടുക്കണ കാരണം കൊണ്ട് വലിയ ക്ലാരിറ്റി ഇല്ല. എനിക്ക് വീഡിയോ പോസ് ചെയ്യാണ്ട് ബാക്ക് ക്യാമറയിലേക്ക് സ്വിച്ച് ചെയ്യാനുള്ള സംവിധാനമൊന്നും ആയിട്ടില്ല ഫോണിനകത്ത്.
തോർത്തൊക്കെ വെച്ച് തലയൊക്കെ തുറന്നു. വല്ലാത്തൊരു ക്ഷീണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, പോണ വഴിക്കൊരു 3-4 വട്ടം നമ്മൾ സ്റ്റോപ്പ് ചെയ്ത്, എന്നാലും ഒരുപാട് വെയിറ്റ് ചെയ്യാതെ ഒരു മിനിറ്റ് മാക്സിമം ലെങ്ത് എടുത്തിട്ട് നമ്മൾ റെസ്റ്റ് എടുത്തിട്ടാണ് കയറി വന്നത്. ഒറ്റ സ്ട്രെച്ചിൽ കയറി വന്നാൽ നടക്കില്ല, നമുക്കൊന്നും തീരെ നടക്കത്തില്ല. അപ്പോൾ അതാണ് അവസ്ഥ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇറങ്ങി നമ്മളപ്പോൾ തിരിച്ചിറങ്ങുമ്പോഴാണ് സൂക്ഷിക്കേണ്ടത്, കാരണം കുത്തനെയുള്ള ഇറക്കാണ്, കാല് സ്ലിപ്പാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇങ്ങനെ ബാക്ക് ക്യാമറ എടുക്കാറുണ്ട്, അതിനല്ല നമുക്ക് ഇത് പിടിക്കണ സാധനമൊന്നുമില്ലാത്ത കാരണമുണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കൈ മാത്രമേ ഉള്ളൂ, ബെയർ ഹാൻഡ്സ് ആണ് നമ്മൾ, ബെയർ ഹാൻഡ്സ് ഫോണും മാത്രമേ ഉള്ളൂ ഗൈസ്, വേറെ കാര്യമായിട്ടൊന്നുമില്ല. കുത്തനെയുള്ള ഇങ്ങനെ ഇറങ്ങി കണ്ട പോകണമെന്നില്ല, ഒരിറക്കമുണ്ട. ഇത് ക്യാമറ കണ്ണിലൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ട്രിക്ക് മനസ്സിലാവില്ല. ഇത് പറഞ്ഞാൽ ഒരു ഫീലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും കാണണം. എന്തായാലും ഇറങ്ങിപ്പോകുമ്പോൾ പെട്ടെന്ന് ഇറങ്ങിപ്പോകുന്ന പറയണേ. അപ്പോൾ നമ്മൾ വിചാരിച്ച സ്ഥലത്തേക്ക് നമ്മൾ പോകണില്ലാന്ന് വെച്ച്. അപ്പോൾ കുഴപ്പമില്ല. ഇവിടെ നമ്മൾ ഈ ഒരു പാറപ്പുറത്തുനിന്ന് കണ്ട സീൻ എന്ന് പറഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ലൊരു വൈബ് സീനായിരുന്നു. നല്ല മൈൻഡ് റിലാക്സ് ചെയ്ത് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് മുകളിൽ പോയി നമ്മൾ കുറേ നേരം വിശ്രമിച്ച്. ഇപ്പോൾ അതിന് സമയം എനിക്കറിയത്തില്ല, നോക്കട്ടെ, 12 മണി കഴിഞ്ഞ്, 12 കാലമൊക്കെ കഴിഞ്ഞ്. വഴി തെറ്റിയോ എന്ന് സംശയമോ? ഓക്കെ, ഇതുകൾ തന്നെ വഴിയൊക്കെ ഉറപ്പിച്ച് വിടുമ്പോൾ എങ്ങനെ കാര്യം മഴയുടെ താഴെ എത്തൂല്ലേ. സൂക്ഷിച്ചും കൊണ്ടൊക്കെ പോകണം മാത്രം. അപ്പോൾ ഈ ഒരു മലയുടെ മുകളിൽ നമ്മൾ ഇറങ്ങി തന്നെ കേട്ടോ. ഫുള്ള് കാടാണ്, നല്ല തണുപ്പാണ്, പക്ഷേ അതിനനുസരിച്ച് നല്ല വെയിലും ഉണ്ട്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിച്ചാലോ എന്നൊരു ഐഡിയയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഈ ഒരു മുള്ളുചെടി മേത്ത് പിടിച്ച് വലിച്ചിട്ട് ഞാനിപ്പോൾ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. നമ്മൾ കണ്ടല്ലോ, ഇതാണ് നമ്മൾ ഒരു മലയുടെ ട്രക്കിംഗ് അല്ല, ഈ ഒരു വൈബാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഇതെങ്ങനെയാണ് എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ ഗൈസ്, വീഡിയോ കണ്ടല്ലോ, വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതും കൂടെ കാണാതിരിക്കില്ലല്ലോ. അപ്പോൾ ജസ്റ്റ് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഇതൊരു വ്ളോഗിങ് ചാനലൊന്നും അല്ല സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ചെയ്യുന്നത്. സത്യം പറഞ്ഞ വ്ളോഗിങ് ഒരു വ്ളോഗിങ് സെറ്റപ്പൊന്നും അല്ല നമ്മൾ. എന്നിരുന്നാൽ കൂടി നമ്മൾ ഇതുപോലത്തെ കാഴ്ചകൾ, നമ്മൾ യാത്രാ സെറ്റപ്പും അതുപോലെ വേറെ 2-3 വീഡിയോസൊക്കെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ ഉടനെ തന്നെ നമ്മൾ ഈ വീഡിയോയിലേക്ക് ഇതിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഒരു ചാനലിലേക്ക്. അപ്പോൾ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. വീഡിയോസ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കണ്ടാവും കയറിപ്പോയത് ഇവൻ മുകളിൽ ചെന്നിട്ടുള്ള വീഡിയോ കുറവാണല്ലോ, കയറിപ്പോയതിൻ്റെ വീഡിയോ ആണല്ലോ കൂടുതൽ. സത്യം പറഞ്ഞാൽ മുകളിൽ ചെന്നിട്ട് നമുക്ക് ആ കാണുന്ന ഒരു സീനറി, ആ ഒരു മെൻ്റൽ റിലാക്സേഷനൊക്കെ ഉണ്ടല്ലോ, അതൊരിക്കലും നിങ്ങൾക്ക് ഈ ഒരു ഡിസ്പ്ലേയിലൂടെ കണ്ടാൽ നിങ്ങൾക്ക് ശരിക്കും ഒരിക്കലും മനസ്സിലാവത്തില്ല ഈ ഒരു കാര്യം. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കാടും ഈ ഒരു തണുപ്പും ഈ ഒരു അന്തരീക്ഷവും എന്ത് രസമെന്ന് നോക്ക്. ഇവിടെ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാകും, നമ്മൾ പൂമ്പാറ്റേനെ കാണിച്ച ഏരിയയാണിത്. നമ്മളിവിടെ എത്തി. അപ്പോൾ നോക്കി നടക്കണം നമ്മൾ. ഇപ്പോൾ കണ്ടില്ലേ, പൂമ്പാറ്റേനെ കണ്ടില്ലേ. അപ്പോൾ കുത്തനെയുള്ള ഇറക്കാണ്. ആ ഒരു വൈബ് എന്താ പറയുക, ആ ഒരു ഫീലിന് വേണ്ടി തന്നെ നമ്മൾ കയറിയത്. അപ്പോൾ നമ്മളെന്താ പറഞ്ഞാൽ ആ ചാനൽ, ഈ ഒരു ചാനലിൽ നമ്മളിങ്ങനത്തെ വീഡിയോസൊന്നും അങ്ങനെ ഒരു വീഡിയോസൊന്നും തന്നെ ചെയ്യലില്ല. എന്നാൽ ഇനി മുതൽ നമ്മൾ എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന ഇങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും കാണിക്കുന്നത്. ആ മുകളിൽ ചെന്നിട്ടുള്ള വീഡിയോയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് ലെങ്ത് ഉണ്ടായിരുന്നില്ല. കാരണം ഒന്നുമല്ല, നിങ്ങൾക്കിത് ഈ ഒരു ഡിസ്പ്ലേയുടെ കണ്ണിലൂടെ കണ്ടാൽ നിങ്ങൾക്കത് അതിൻ്റെ ഒരു ഫീൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ മാക്സിമം എന്താ പറയുക, കയറി വരുന്ന ഈ ഒരു വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടറിയാം, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കയറി വന്ന വഴി നല്ല ഫീലാണ്. കയറി വന്ന വഴി ഉണ്ടല്ലോ, അത് നല്ല രസമാണ്. അതുകൊണ്ടാണ് നമ്മളത് കൂടുതലും കാണിച്ചത്. ആ ഒരു ലോങ് സീനിയർ നമ്മുടെ കണ്ണിനുള്ള ഒരു കുളിർമ മാത്രമാണ്. അതൊരിക്കലും നിങ്ങൾക്ക് ഈ ഒരു ഡിസ്പ്ലേ കണ്ണിലൂടെ കണ്ടാൽ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവില്ല. അപ്പോൾ പട്ടണത്തിൽ തന്നെ ജീവിക്കുന്നവർക്കൊക്കെ ഇതിങ്ങനത്തെ ഒരു സ്പോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടും ഒരു പിക്നിക് സ്പോട്ട് എന്നൊക്കെ പറഞ്ഞാൽ അതിന് ബെസ്റ്റ് എക്സാമ്പിളാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, വളരെ രസമുള്ളൊരു ഏരിയ ആണ്.
ഈ ഒരു മലയൊക്കെ ഞാൻ കയറി വന്നതാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഞാൻ വിചാരിച്ച അത്ര ലെങ്തി ആയിട്ടില്ലെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. ലെങ്തി ആയി വീട്ടിൽ ചെന്ന് എഡിറ്റ് ചെയ്ത് വേണം. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് വീഡിയോ എടുത്ത് കാരണമുണ്ട് ആ ഒരു കണ്ടിന്യൂഷൻ ഒന്നും ഉണ്ടാകത്തില്ല ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, സബ് ചെയ്യുക, ചാനൽ മറക്കാതെ സബ് ചെയ്തിട്ടേക്കുക. ഇനിയും ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസും വ്ളോഗിങ് സെറ്റപ്പാണല്ലോ, അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ വീഡിയോസ് ആയിരിക്കും മാക്സിമം. അതായത് ട്രാവൽ, ഈറ്റ്, ടെക് ട്രാവൽ ഈറ്റ് ബൈ സുജിത്ത് ഭക്തൻ എന്ന് പറഞ്ഞ ചേട്ടൻ്റെ പോലെ തന്നെ നമ്മളും അതുപോലത്തെ ഒരു ചാനലാണ്. ടെക്കും ഉണ്ടാവും, ഇടയ്ക്കിടയ്ക്ക് ട്രാവൽ ഉണ്ടാവും, ഈറ്റിംഗ് ഉണ്ടാവും, അതിൻ്റെ ഇടയ്ക്ക് വേറെ എന്തെങ്കിലും സംഭവങ്ങളുണ്ടെങ്കിൽ അതും ഉണ്ടാവും. അപ്പോൾ ഗൈസ് പീസ് ഔട്ട്.